നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പ് കടവിലാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വളപട്ടണം പുഴ, നിങ്ങൾ കേരളത്തിലുള്ള മലയാളികൾ കേട്ടിരിക്കും, വളപട്ടണം പുഴ എന്ന ഞങ്ങളുടെ കണ്ണൂരുകാരുടെ സ്വന്തം പുഴയെക്കുറിച്ച്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വളപട്ടണം പുഴ. പക്ഷേ ഇത് വളപട്ടണം പുഴയായി രൂപാന്തരപ്പെടുന്നത് ഞാൻ ഈ നിൽക്കുന്ന എൻ്റെ കാൽച്ചുവട്ടിൽ നിന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പട്ടം പഞ്ചായത്തിലെ മുനമ്പ് കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതാണ് ഈ മുനമ്പ്, ഇതാണ് ഈ കടവ്. അതുകൊണ്ടാണ് ഇതിനെ മുനമ്പ് കടവെന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെങ്ങളായി പഞ്ചായത്താണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മലപ്പട്ടം പഞ്ചായത്തും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് വളപട്ടണം പുഴയായി ഉത്ഭവിക്കുന്നത്. ഞങ്ങളുടെ ഈ കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് നിങ്ങൾ ഏത് വാഹനത്തിൽ പോയാലും, ട്രെയിനിൽ പോയാലും വിമാനത്തിൽ പോയാലും താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പുഴയാണ് ഈ വളപട്ടണം പുഴ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ കഴിഞ്ഞ മഴക്കാലത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വളപട്ടണം പുഴ ഉണ്ടാകുന്നതെന്നും എവിടെ നിന്നാണ് വളപട്ടണം പുഴ വരുന്നതെന്നും. അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് നൗഷാദുമായി ഇപ്പോൾ ഇവിടെ എത്തി ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പകർത്തുന്നത്. അതായത് എൻ്റെ ഇടതുവശത്ത്, നൗഷാദ് അങ്ങോട്ട് പിടിക്കും, നൗഷാദെ അത് അങ്ങോട്ട് പിടിച്ചു, ആ കാണുന്നതാണ് ശ്രീകണ്ഠപുരം പുഴ. ശ്രീകണ്ഠപുരം പുഴ എന്നാൽ ആ പുഴ വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളപട്ടണം പുഴയുടെ ഉത്ഭവസ്ഥാനം മുഴുവൻ കർണാടകത്തിലാണ് എന്നതാണ്. ഈ ഇടതുവശത്ത് കാണുന്നത് ശ്രീകണ്ഠപുരം പുഴ. ഈ ശ്രീകണ്ഠപുരം പുഴ വരുന്നത് പയ്യാവൂർ പുഴയും ചെമ്പേരി പുഴയും നെല്ലിക്കുറ്റി പുഴയും സംഗമിച്ചാണ്. അങ്ങ് പൈതൽ മലയുടെ മുകൾ ഭാഗം തൊട്ട് ഭാഗമണ്ഡലത്തിൻ്റെ ഒരു സൈഡ്, ഭാഗമണ്ഡലം എന്ന് പറഞ്ഞാൽ കൂർഗിൻ്റെ ഒരു വശമാണ്. അതായത് കർണാടക ഫോറസ്റ്റിനുള്ളിൽ ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ് ഈ പയ്യാവൂർ പുഴ എന്ന് പറയുന്നതും അതുപോലെ ചെമ്പേരി പുഴ എന്ന് പറയുന്നതും. ഈ ചെമ്പേരി പുഴ പയ്യാവൂർ സമീപ പ്രദേശത്ത് എത്തുമ്പോൾ പയ്യാവൂർ പുഴയുമായി ആടാമ്പാറ വഞ്ചിയം വഴി ഒഴുകി വരുന്ന പയ്യാവൂർ പുഴയുമായി ചെമ്പേരി പുഴ സംഗമിക്കുകയും അതിൻ്റെ സ്വല്പം താഴെ വെച്ച് കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നും വട്ടിയാന്തോട്ടിൽ നിന്നും മണിക്കടവിൽ നിന്നും വരുന്ന നുച്ചിയാട് കൂടി കടന്നു വരുന്ന നുച്ചിയാട് പുഴ ചമതച്ചാൽ താഴെ കണ്ടകശ്ശേരി എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ച് പയ്യാവൂർ പുഴയുമായി സംഗമിച്ച് ശ്രീകണ്ഠപുരം പുഴയായി മാറുന്നു. അങ്ങനെ വരുന്ന ശ്രീകണ്ഠപുരം പുഴയാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. അതാണ് ശ്രീകണ്ഠപുരം പുഴ. അത് തൊട്ട് താഴെ വന്ന് ഇരട്ടിപ്പുഴയിൽ സംഗമിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് നേരെ പിടി. ഇനിയിപ്പം ഈ വലതുവശത്ത് കാണുന്നത് ഒരു വള്ളം ഇവിടെ കിടക്കുന്നുണ്ട്. വള്ളം ഒന്ന് പിടിച്ചു പക്ഷേ ഒരു വള്ളം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മുനമ്പ് കടവാണ്. ഇവിടെ നിന്നും അക്കരെ വശത്തേക്ക്, എതിർവശത്തേക്ക് വള്ളത്തിൽ അത്യാവശ്യം ആൾക്കാരെല്ലാം ഇവിടെ വന്ന് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തും ബന്ധുവീട്ടിലെല്ലാം വന്നും ഒരു പഴയൊരു കാലത്തെ സ്മരിക്കുന്ന രീതിയിൽ ഒരു വള്ളവും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലൂടെ ഒഴുകുന്നത്. അതായത് എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ പുഴയാണ് ഇരട്ടിപ്പുഴ. ഇരട്ടിപ്പുഴ എന്ന് പറയുന്നത് അങ്ങ് വയനാട് ജില്ല മുതൽ ഒഴുകി ഇവിടെ എത്തുന്നതാണ്. അത് മാത്രമല്ല കർണാടകത്തിലെ ഷെഡ്ഡിഗേരി, ബി ഷെഡ്ഡിഗേരി, ടി ഷെഡ്ഡിഗേരി, അതുപോലെ വീരാജിപ്പേട്ടയുടെ ഒരു വശം, അതുപോലെ നമ്മുടെ മടിക്കേരി റൂട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ നിന്നെല്ലാം ഉത്ഭവിച്ച് കൂട്ടുപുഴയിലെത്തുന്നു. കൂട്ടുപുഴയിൽ നിന്നും പേരട്ടയിൽ നിന്ന് വരുന്നതും അതുപോലെ അവിടെയും കർണാടക ഫോറസ്റ്റിനുള്ളിൽ നിന്നാണ് ഈ പുഴയെല്ലാം വരുന്നത്. അതുപോലെ കൊട്ടിയൂർ പുഴ എത്തിച്ചേരുന്നത് മാനന്തവാടിയിൽ നിന്നാണ്. മാനന്തവാടി, അമ്പായത്തോട്, അടയ്ക്കാത്തോട് ഈ വക പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന ഈ പുഴ, അതായത് പാളിച്ചുരത്തിൻ്റെ മുകളിൽ നിന്നൊരു സൈഡിൽ നിന്നുള്ള വെള്ളം ഈ പുഴയിലാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്നും ഇത് ഇരിട്ടിക്ക് തൊട്ട് മുകളിൽ വെച്ച് കേളകം പുഴയും അതുപോലെ നമ്മുടെ പേരട്ട കൂട്ടുപുഴ ഭാഗത്തുനിന്ന് വരുന്ന കൂട്ടുപുഴയും കൂട്ടിച്ചേർന്ന് ഇരിട്ടിപ്പുഴയായി മാറുന്നു. അങ്ങനെ ഇരിട്ടിപ്പുഴ പഴശ്ശി ഡാമിലെത്തി ഇരിക്കൂർ പുഴയായി നമ്മുടെ ഈ മലപ്പട്ടം പാലത്തിനടിയിലൂടി ഇപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന വളപട്ടണം പുഴയുടെ സംഗമഭൂമി ഈ മുനമ്പ് ഇതാണ്. ഇവിടെ നിന്നാണ് രണ്ട് പുഴയും ഒന്നായി ഇരട്ടിപ്പുഴയും ശ്രീകണ്ഠപുരം പുഴയും ഒന്നായി വളപട്ടണം പുഴയായി മാറി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്നത്.